ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത ചിന്തയാണ്. ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർക്കത് അത്ര എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. തൻ്റെ പണിശാലയിലെ മൂർച്ചയുള്ള ആയുധവും അരയിൽ തിരികിക്കൊണ്ട് പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്ക് അയാൾ കുതിക്കുമായിരുന്നു എന്നല്ല. ഹെറോദോസിന്റെ വാൾമുനയിൽ ആയിരങ്ങൾ അരിഞ്ഞു വീണ രാത്രിയിൽ തൻ്റെ കുഞ്ഞിനെ അണഞ്ഞു പോകാതെ ഒരു തിരുനാളം പോലെ കൈവെള്ളയിൽ പൊതിഞ്ഞ് ഈജിപ്തിലെത്തിയ ആളാണ്. ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് ഒരുമിച്ച് കൂടിയ 10,000-കൾക്കിടയിൽ നിന്ന് തൻ്റെ മകനെ തിരഞ്ഞുപിടിച്ച് ഒരു നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ കൈപിടിച്ച് തിരികെ കൊണ്ടുവന്നതാണ്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനൊരു പോറല് പോലും ഏൽക്കരുതെന്ന് വാശിയുള്ള അപ്പനായിരുന്നു യേശപ്പ്.